ഹായ്. ഞാനിന്ന് ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധപ്പെട്ട ചില ആക്റ്റുകളാണ് പറയുന്നത്. ആക്റ്റുകളുടെ വർഷങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം തുടങ്ങുന്നത്. ആ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുവാൻ ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായിട്ടൊരു നിയമം കൊണ്ടുവരുന്നു. 1773 റെഗുലേറ്റിംഗ് ആക്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ 20 വർഷം കൂടുന്തോറും ആ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് ചാർട്ടർ ആക്ടുകൾ കൊണ്ടുവരുന്നുണ്ട്. 1793 ഒന്നാം ചാർട്ടർ നിയമം. 1793 ഒന്നാം ചാർട്ടർ നിയമം. അപ്പൊ 20 വർഷം കഴിഞ്ഞപ്പോ 1813 രണ്ടാം ചാർട്ടർ നിയമം. 1813 രണ്ടാം ചാർട്ടർ നിയമം. 1833 മൂന്നാം ചാർട്ടർ നിയമം. 1833 മൂന്നാം ചാർട്ടർ നിയമം. 1853 നാലാം ചാർട്ടർ നിയമം. 1853 നാലാം ചാർട്ടർ നിയമം. അത് കഴിഞ്ഞപ്പോഴാണ് 1857 നമ്മുടെ അവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുന്നു. ആ സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ നേരിട്ട് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് ഒരു ആക്ട് കൊണ്ടുവരുന്നു. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്നും അറിയപ്പെടുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു 3 കൗൺസിൽസ് ആക്ട് വരുന്നുണ്ട്. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. അത് കഴിഞ്ഞ് 1892 ഒരു കൗൺസിൽസ് ആക്ട്. അപ്പോൾ ആദ്യത്തെ കൗൺസിൽസ് ആക്ട് 1861, അടുത്തത് 1892. അത് കഴിഞ്ഞിട്ട് 1909 കൗൺസിൽസ് ആക്ട് തന്നെയാണ്. പക്ഷെ ആ കൗൺസിൽസ് ആക്ട് കൊണ്ടുവന്നത് മിന്റോയും മോർലിയും കൂടി ചേർന്നായതുകൊണ്ട് അതിന് മിന്റോ മോർലി പരിഷ്കാരം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. മൊണ്ടേഗും ചെംസ്ഫോർഡും കൂടെ കൊണ്ടുവന്ന മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അത് കഴിഞ്ഞിട്ട് 1935 അതും എന്ത് തന്നെയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. പിന്നെ അവസാനമായിട്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട്. ലൂയി മൗണ്ട് ബാറ്റൻ കൊണ്ടുവരുന്നു. മൗണ്ട് ബാറ്റന്റെ പ്ലാൻ അനുസരിച്ച് ഇന്ത്യയെ സ്വതന്ത്രമാക്കിക്കൊണ്ട് 1947 കൊണ്ടുവരുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട്. അപ്പൊ ഈ ഇത്രയും ആക്ടുകളാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന ആക്ടുകൾ എന്ന് പറയുന്നത്.